ആദ്യം കണ്ണിന്റെ ഭാഗങ്ങളിലേക്ക് വന്നപ്പോ ആദം നബി അലൈഹിസ്സലാം അവിടുന്ന് കണ്ണ് ചിമ്മി തുറക്കുന്നു. സ്വർഗലോകം മുഴുവനും കാണുകയാണ്. സ്വർഗത്തിന്റെ മാനീയമായ കൊട്ടാരങ്ങളും അത്യത്ഭുതകരമായ സംവിധാനങ്ങളും ആദം നബി കാണുകയാണ്. ആദം നബി അലൈഹിസ്സലാം സ്വർഗം സന്ദർശിക്കുകയാ. അവിടുത്തെ നയനങ്ങൾ ഓടി നടക്കുന്നു. ആ ആത്മാവ് കണ്ണിൽ നിന്ന് താഴേക്ക് ഇറങ്ങി നാസ്വദാരത്തിലൂടെ വായിലേക്ക് വരുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മാവിനെ ഇറക്കുമ്പോ വായിലേക്ക് ആത്മാവെത്തിയപ്പോ അവിടുന്ന് ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് തുമ്മുകയാണ്. ആ ശബ്ദമങ്ങ് പുറപ്പെടുവിച്ച ഉടനെ അൽഹംദുലില്ലാഹ്, സർവലോക സംരക്ഷകനായ പടച്ച തമ്പുരാനാണ് സർവസ്തുതിവത്ത് ഉച്ചൈസ്തരം പ്രഖ്യാപിക്കുന്നു. ആദം നബി അലൈഹിസ്സലാം വിളിച്ചു പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു അല്ലാഹുവിന്റെ കരുണ നിങ്ങൾക്കുണ്ടാകട്ടെ, അല്ലാഹുവിന്റെ റഹ്മത്ത് നിങ്ങളിലേക്ക് ഇറങ്ങട്ടെ. ആദം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയുകയാണ്. അതുകൊണ്ടാണ് ഹബീബുനാ വശഫീഉനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നത്, ഇദാ തസഅഹദുകും, നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലെ തുമ്മിയാൽ ഫൽയഖുലിൽ ഹംദുലില്ലാഹ്, അവർ അൽഹംദുലില്ലാഹ് പറയട്ടെ. എന്ന് തുമ്മിയ മനുഷ്യനെന്ന് പറഞ്ഞാലോ റസൂലുള്ള പഠിപ്പിക്കുകയാ, അത് കേൾക്കുന്നവനായ അവന്റെ സഹോദരൻ, അവന്റെ ചുറ്റുപാടുകളിൽ നിൽക്കുന്നവൻ ആരാണോ അവിടെ ചേർന്ന് നിൽക്കുന്നത്, അവന് പറയേണ്ടത് അല്ലാഹുവിന്റെ കരുണ നിനക്കുണ്ടാകട്ടെ മോനെ, അല്ലാഹുവിന്റെ കാരുണ്യം നിനക്ക് വർഷിക്കട്ടെ. റസൂലുള്ള പറയുകയാ യർഹമുക്കല്ലാഹ് എന്ന് മറ്റൊരു സഹോദരൻ പറഞ്ഞാൽ നീ പിന്നീട് പറയേണ്ടത് എന്താ? യഹ്ദീകുമുല്ലാഹ് വയുസ്ലിഹു ബാലകും.